ഹായ് ഹലോ നമസ്കാരം. ജെംജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2 ദിവസം കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു ബിസി ആയി പോയി. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ചോദിച്ചവരോടൊക്കെ ഒരുപാട് സന്തോഷം അന്വേഷിച്ചതിൽ. ആൻഡ് മലൈക്കോട്ടെ വാലിബൻ ജസ്റ്റ് വൺ ഡേ ശരിക്കില്ല. ഇന്ന് മുതൽ കൂട്ടുകയാണെങ്കിൽ 4:06ക്ക് സിനിമ റിലീസിനെത്തും. സോ അത്രേ ഉള്ളൂ സമയം. എല്ലാവരും അത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്താണ് ഈ സംഗതി എന്ന് പോലും വ്യക്തമായിട്ട് ഒരാൾക്കും മറുപടി പറയാൻ പറ്റാത്ത മാസാണോ, ക്ലാസ് ആണോ, റൊമാൻറ്റിക് ആണോ, അതോ റിവെഞ്ച് ആണോ, ആക്ഷൻ ആണോ, അഡ്വഞ്ചർ ആണോ, ഇനിയിപ്പോ വല്ല സൈഫൈ സാധനം ഇൻക്ലൂഡഡ് ആണോ ഒന്നും അറിയില്ല. എന്നാൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാം തികഞ്ഞൊരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂയിലൂടെ അവരറിഞ്ഞോ അറിയാതോ പങ്കുവച്ചിട്ടുള്ളത്. നമ്മളായിട്ട് ഹൈപ്പ് കൊടുക്കാതെ അവർ തന്നെ ഹൈപ്പിനുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. ഒന്ന്, മലൈക്കോട്ടെ വാലിബൻ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ എന്നൊരു ചോദ്യം ഭയങ്കരമായിട്ടുള്ളതാണ്. അപ്പൊ അതിനൊരു മറുപടി ഇവര് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, എന്താണ് മലൈക്കോട്ടെ വാലിബൻ? നമ്മൾ ഇപ്പോ കണ്ടിട്ടുള്ള അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ ട്രെയിലറുകളോ ഒന്നുമല്ല. അതൊക്കെ വെറും പൊയ്, കാണപ്പോറത് നിജം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ നടന്നിട്ടുള്ള അയോധ്യ രാമക്ഷേത്ര ഈ അവിടുത്തെ സംഭവം, രാമപ്രതിഷ്ഠ ചടങ്ങിന് ലാലേട്ടനെ ക്ഷണിക്കാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഒരു കൂട്ടം ആളുകൾ ലാലേട്ടന്റെ സിനിമകൾ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബൻ സിനിമ തിയേറ്ററിൽ ഓടിക്കില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം നോക്കാം. ആദ്യം ലാലേട്ടൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് അറിഞ്ഞിട്ട് വരാം. അതാണ് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം. സോ ട്രെയിലറിൽ സാധാരണ നമ്മുടെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാൽ ഒരു സത്യം പറയാം, ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു കാര്യവും കാണിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നതാണ് നിജം. ഇതാണ് സംഗതി വന്നിട്ടുള്ളത് കേട്ടാ. അതവര് ജസ്റ്റ് നിഖിൽ കട്ടിന്നുകൊണ്ട് ഞാനൊരു എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം പാട്ടൊക്കെ ഇട്ട് പിന്നെ പുള്ളിക്കാരനാക്കിയതാണ്. അതായത് സിനിമേന്റെ ഒരു സാധനവും ട്രെയിലറിൽ തന്നിട്ടില്ല. നമുക്കറിയാം സിനിമേന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നുമല്ല. അതിന്റെ മുകളിൽ എന്തോ വലിയ സാധനം അവർ തരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ കണ്ട ട്രെയിലറിന് അല്ലെങ്കിൽ അവർ തന്ന ട്രെയിലറിന് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണം ഭയങ്കര സംഭവമായിട്ടാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഞാനടക്കം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയ രീതിയിൽ ഉള്ള സാധനം, അത്രയും കിടലൻ സാധനമായിരുന്നു. അതുകൊണ്ട് ആ ധൈര്യത്തിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത്. ഐ ഡോണ്ട് നോ. എന്തായാലും ആ വാർത്ത സന്തോഷമുള്ള വാർത്തയാണ്. ഈ ലാലേട്ടനോട് ഇന്റർവ്യൂള്ള സമയത്ത് തന്നെ ഷിബു ബേബി ജോണിനോട് ചോദിച്ചതാണ്, അത് പ്രൊഡ്യൂസറിനോട്. അതായത് സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ, അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നല്ലോ, എന്താണ് ഇതിന്റെ ഒരു നിജം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞുള്ള ഒരു സംഭവമുണ്ട്. ഒരു മറ്റൊരു സ്പോൺസറുടെ അടുത്ത് സാറ് പറഞ്ഞോണ്ട് അദ്ദേഹം പറയണ്ടേ എന്റെ രണ്ടാം പാർട്ട് വരുന്നുണ്ടെന്നുള്ളത് ഒന്നുകൂടെ ക്ലാരിറ്റി തരാം. അല്ല, ഞങ്ങള് വളരെ ക്ലിയർ ആക്കി രാവിലെ മുതൽ. ഞങ്ങള് ഇല്ലെന്ന് ഒരിക്കലും ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ആദ്യത്തെ ഇറങ്ങട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ള നിലയില്ല. ആ നിലയിലേക്ക് തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ അവിടെ ഇരുന്ന് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇതേ രീതിയിലേക്ക് ഞാനൊന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം നേരെ ബൈക്ക് എടുത്തോണ്ട് ഞാനിത് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. അത് ഇത് അദ്ദേഹത്തിന് ഇത് അടുത്ത സിനിമ ഉണ്ടെങ്കിൽ ഇതിന്റെ സ്കിൽസ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള രീതിയിൽ ഒരു ആവേശത്തിലാണ് പറഞ്ഞത്. പെട്ടെന്ന് ആൾക്കാർ പലരും എന്നോടും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് സിനിമ ഉണ്ടോ ഇല്ല എന്നുള്ളത് സിനിമ കണ്ടിട്ടല്ലേ തീരുമാനിക്കുന്നത്. ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിലാണ്. അല്ല, അതെ, ഈ പടം ഇറങ്ങട്ടെ, അതിന്റെ ഇടയിലാണെന്നുണ്ടല്ലോ ലാലേട്ടന്റെ ചിരി. ഞാൻ ആദ്യം കണ്ടപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഒരു അല്ലെ, ആ ചിരി രസം. അതവിടെ കേട്ടെ. അപ്പോ സെക്കൻഡ് പാർട്ട് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാനുള്ള അവസ്ഥയിൽ അവർ പറഞ്ഞു നിർത്തിയത്, സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. സെക്കൻഡ് പാർട്ട് അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ആദ്യ പാർട്ടായിട്ടുള്ള വാലിബൻ ഫസ്റ്റ് പാർട്ട് ഇപ്പൊ വരുന്ന സാധനം, നാളെ റിലീസ് ആവുന്ന സാധനം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാലല്ലേ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച രീതിയിൽ സിനിമ എന്താ പറയാ മോശമായി പോകുന്നോ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ സെക്കൻഡ് പാർട്ടിനുള്ള സാധനം ഉണ്ടോ എന്ന് അത് ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ. അവർ വിചാരിച്ച രീതിയിൽ ഒരു പ്രതികരണം കിട്ടിയില്ല, അല്ലെങ്കിൽ അത്ര നല്ല പ്രതികരണം വന്നില്ല. ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ മെനക്കെട്ട് ഒരു സെക്കൻഡ് പാർട്ടിന് ഒരു പക്ഷേ അവര് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ പാർട്ട് എത്രമാത്രം അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്നു, അല്ലെങ്കിൽ പ്രതീക്ഷയോളം എങ്കിലും വന്നു, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എത്ര പോയി എന്നുള്ളതൊക്കെ നോക്കിയിട്ടല്ലേ സെക്കൻഡ് പാർട്ടൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അത്രയും പൈസ മുടക്കി
ഇതിന്റെയൊക്കെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ചിലപ്പോൾ ഇത്രയും ദൂരം പോയി അവർ പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിലും ഉണ്ടാകുന്ന അസുഖങ്ങളും അവിടെ ഹോസ്പിറ്റൽസ് ഇല്ലാതെ ബുദ്ധിമുട്ടിയൊക്കെ ടിനു പാപ്പച്ചൻ ഈ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയും കഷ്ടപ്പെട്ട് അവർ ചെയ്യുന്ന സാധനം കൊണ്ട് ഇത് എന്താണെന്ന് അറിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. സെക്കൻഡ് പാർട്ട് അവിടെ ഉള്ളിലുണ്ട്, പക്ഷെ ആദ്യ പാർട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം. ഇനി ഒരു സാധനം ഉണ്ട്, മലൈക്കോട്ടെ വാലിബൻ ഇവിടെ ഈ വാലിബന്റെ ഇത് തകർക്കും ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ടീം നടക്കുന്നുണ്ടെങ്കിലും ചടങ്ങുകൾ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഒരു കോമിക് ബുക്സ് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു വിതരണം നടന്നതിന്റെ ഒരു വീഡിയോ ആൾക്കാർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ദേ ഫെനിക്സ് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മോനെ, അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമാണ് കേട്ടോ. അപ്പോ ബാക്കിയുള്ളവരുടെ എന്തും പറയട്ടെ, ഇവിടെ നടന്നിട്ട് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെയാണ്. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി പറയാനുള്ളതാണ് ഒരു ന്യൂസ്. വൺ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഇത് വലിയ ചർച്ചകളൊക്കെ ആയിട്ടുണ്ട്. എനിവേ, ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ അടുത്ത് തന്നെ പേഴ്സണലി ഒന്ന് രണ്ട് ആളുകൾ കമന്റ്സിലും അല്ലാതെ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ രാമക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അയോധ്യയിലെ ഈ ഒരു ചടങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അത് പേഴ്സണലി ഞാനത് പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല, പക്ഷെ ഇങ്ങനെ ലാലേട്ടനോട് അല്ലെങ്കിൽ മലൈക്കോട്ടെ വാലിബന്റെ കാര്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട സംഭവം നമ്മൾ ചർച്ച ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് എടുത്തിടുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കുക. വാലിബൻ ബഹിഷ്കരിക്കുന്നു, ഇനി നിങ്ങളുടെ സിനിമകൾ കാണില്ല, മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം. ന്യൂസ് ഇതാണ് കേട്ടോ, ഒന്ന് വായിക്കാം എന്നിട്ട് പറയാം. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാത്ത നടൻ മോഹൻലാലിനെതിരെ വ്യാപക സൈബർ ആക്രമണം. സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ ഒരു വിഭാഗം രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ജനുവരി 25-ന് റിലീസ് ചെയ്യാനിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കുന്നതായും മോഹൻലാലിന്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയി കാണില്ല എന്നൊക്കെ പ്രതിഷേധ പോസ്റ്റുകൾ ഉള്ളത്. പമ്പം കോമഡികളാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയ വാഗ്വാദം ഈ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ കാണാം. സ്വാഭാവികം. മിസ്റ്റർ മോഹൻലാൽ, നിങ്ങളുടെ സിനിമകൾ ഇനി മുതൽ ഞാനും എന്റെ കുടുംബവും കാണില്ല. ആർക്ക് പോയി? ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതെ ഇരുന്നത് വളരെ മോശമായി. അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, പോണോ പോണ്ടേ എന്നുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. ഇനി നിങ്ങളോട് സ്നേഹമില്ല. അയ്യോ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഈ വീക്ക് ഇറങ്ങുന്ന പടം ഉള്ളത് കൊണ്ട് അയോധ്യയിൽ പോകാതെ നിന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നട്ടെല്ല് പണയം വെച്ച താങ്കളുടെ സിനിമകൾ ഇനി മുതൽ കാണുന്നില്ലെന്നായിരുന്നു മറ്റൊരു യൂസർ കുറിച്ചത്. എന്ത് പറയാനാണ്? പടം ഞാൻ കാണില്ല, നിങ്ങളോടുണ്ടായിരുന്ന വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തെക്കാൾ വലുതല്ല ഒരു മോഹൻലാലും എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. സത്യം, അത് വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ദൈവത്തെക്കാൾ വലുതല്ല ഒരാളും, മോഹൻലാൽ നല്ല ഒരാളും. പക്ഷെ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഈ ഒരു ചടങ്ങിന് പുള്ളിക്കാരൻ പോകരുതെന്നുള്ളതാണോ? അതുപോട്ടെ. ഷിബു ബേബി ജോണിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ ക്ഷണിച്ചിട്ടും ഈ ഊളത്തരം ചെയ്തത്? ഏത് ഊളത്തരം? ആ സിനിമ എത്രയോ ചിലപ്പോൾ കോടികൾ, ചിലപ്പോൾ തീർച്ചയായിട്ടും കോടികൾ മേടിച്ച് മോഹൻലാൽ ചെയ്യുന്ന ഒരു സിനിമ. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ, അതിനപ്പോ ഒരു വിലയില്ലേ? നിങ്ങളെക്കാൾ 100 ഇരട്ടി വലിപ്പമുള്ളവരാണ് അവിടെ വന്നിരുന്നത്. ആയിക്കോട്ടെ, ആ പുണ്യഭൂമിയിൽ ഉണ്ടാകാൻ ഒരു യോഗം വേണം. നിങ്ങൾക്കതില്ല. അത് വേണമെങ്കിൽ ഇനിയും പോയിക്കൂടെ? അത്രേ ഉള്ളൂ. ജയ് ശ്രീറാം എന്നും യൂസർ കുറിച്ചിട്ടുണ്ട്. ഇനി കുറെ ഉണ്ട്. സുഡാപ്പി സിൻഡ്രോം കാരണമാണോ അയോധ്യയിൽ പോകാതിരുന്നത്, നിലപാടൊക്കെ മമ്മൂട്ടിയെ കണ്ടുപഠിക്കണം, മോഹൻലാൽ സിനിമകൾ സുഡാപ്പികൾ തിയേറ്ററിൽ പോയി കാണാറില്ല എന്നൊക്കെ ഇയാൾ എവിടേക്കോ നോക്കി ഓരോ ആളുകൾ പലതും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ ചെയ്യാണ്, 25-ന് റിലീസാണ്. അതിന്റെ നമുക്കറിയാം എത്ര മാത്രം ഇതിനു വേണ്ടി അതിലെ ഓരോ ആളുകളും, ഷിബു ജോൺ ആവട്ടെ, ലാലേട്ടനാവട്ടെ, ടിനു പാപ്പച്ചനാവട്ടെ, LJP അതിന്റെ കുറെ തിരക്കുകളാകും. പുള്ളിക്കാരൻ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണാറില്ല. എന്നാലും ഇവരൊക്കെ ഇതിന്റെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി എത്രമാത്രം ഓടി നടക്കുന്നുണ്ട്. ഒരു മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല, എല്ലാ യുവാക്കൾ ആയിട്ടുള്ള പുതുമുഖങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും ഇതിനു വേണ്ടി ഓടി നടക്കുന്നത്. അത്രയും കോടികൾ ചെലവഴിച്ചൊരു സിനിമ ഇറക്കുകയാണ്, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് തരികയാണ്. അപ്പൊ അത് എന്താണ് അതൊരു ഉദ്ദേശിക്കുന്ന ചെറിയൊരു ക്ലൂ കൊടുക്കലിന് നിവർത്തിയില്ല. കാരണം ഇവർ ഈ സിനിമ കണ്ടിട്ടാണ്
നമ്മൾ കണ്ടു കിട്ടുന്ന പണം കൊണ്ടും ഈ സിനിമ ഇറക്കി കിട്ടുന്ന ലാഭം കൊണ്ടൊക്കെയാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഇവരുടെ പ്രൊഫഷനാണത്, അവരുടെ ജോലിയാണത്. ജോലിയോടൊരു ആത്മാർത്ഥത ഉണ്ടാവണം, മേടിക്കുന്ന പണത്തിനോടൊരു കൂറുണ്ടാവണം, അതിനൊരു നന്ദി കാണിക്കുക എന്നൊക്കെ പറയില്ല. അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഒരു ഇതുണ്ടാവില്ലേ, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, സോ ഇത് എന്റെ ഒരു ജോലിയാണ്, ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും 100% ജെനുവൻ ആയിട്ടിരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ലേ? അതല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ അങ്ങോട്ട് ക്ഷണിച്ചു, നല്ല കാര്യം, പോയോ പോയില്ല എന്നുള്ളത് മൂപ്പരുടെ ഇഷ്ടം. പോകാൻ അവർക്ക് തോന്നിയില്ലെങ്കിൽ പോയില്ല, അതെന്തോ ആട്ടെ. ചിലപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമന്റെ തിരക്കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ മൂപ്പരുടെ മനസ്സിൽ അതൊരു തെറ്റായിട്ട് കാണുന്നുണ്ടാവും. ഇപ്പൊ രണ്ട് വിധം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ബാബരി മസ്ജിദ് പോലൊരു മസ്ജിദ് പൊളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ ലാലേട്ടൻ അങ്ങനെയാണോ നമുക്കറിയില്ല. ലാലേട്ടൻ അതിനെ കുറിച്ച് ഒരു കമന്റും പറഞ്ഞില്ല, പുള്ളിക്കാരന് പോകാൻ പറ്റിയില്ല, പോയില്ല. അത് ആ രീതിയിൽ എടുക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അത് അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവിടെ തീരുന്ന പ്രശ്നമുള്ളൂ. ഇനി എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ആളുകൾക്കും കമന്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് എന്താ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസപരമായി പറയുകയാണെങ്കിൽ ഒരാളുടെ വിശ്വാസത്തെ എതിർത്ത് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, എന്റേതാണ് ശരി എന്ന് പറയാനുള്ള ഒരു അവകാശം ഒരാൾക്കും ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്കും തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് വിശ്വാസപരമായി അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്കത് വിശ്വസിക്കാം, എന്റെ വിശ്വാസമാണെങ്കിൽ ഞാൻ വിശ്വസിക്കും, എന്റെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല. അതെന്റെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അതിലൊന്നും എനിക്ക് പറയാനില്ല. കാരണം അതിപ്പോ അവിടെ വിശ്വസിക്കുന്ന ആളെ വിശ്വസിക്കാതിരിക്കുകയോ എന്തും ചെയ്യട്ടെ. പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള നിലപാടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം അതൊരു പള്ളി പൊളിച്ചുകൊണ്ട് മാത്രമല്ല, അത് മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ഈ അമ്പലം പൊളിച്ച് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ചെയ്യുകയാണെങ്കിലും ഒരാളുടെ ആരാധനാലയത്തിനെ പൊളിച്ചടുക്കി അവിടെ മറ്റൊരു ആരാധനയും വളർത്തുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും അത് തെറ്റായിട്ട് കാണുന്നു. സോ അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല. അതിനെ ന്യായീകരിക്കുന്ന ആളുകളോട് സപ്പോർട്ട് ചെയ്യാനും വയ്യ. എന്നാൽ അത് അവരുടെ അവർക്ക് ഇഷ്ടമുള്ളത് പറയാം. ഞാൻ പറയുന്ന പോലെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞുകൂടാ സപ്പോർട്ട് ചെയ്യുന്നു, അത് അവർ പറയട്ടെ. അതിനോട് അവരോട് എനിക്ക് വെറുപ്പില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ആ സംഭവത്തെ തെറ്റായിട്ട് തന്നെ കാണുന്നു. അതിലുള്ള എന്റെ നിലപാട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഒരു രാഷ്ട്രീയപരമായിട്ട് കാണുകയാണെങ്കിൽ ഇന്ന രാഷ്ട്രീയത്തിന്റെയോ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പക്ഷം പിടിച്ചു പറയല്ല. പക്ഷെ BJP പോലൊരു പാർട്ടിയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ എവിടെയോ അത് ഏതാണ് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല, ഒരു സ്റ്റാറ്റസിൽ കണ്ടാണ്, മറ്റേ മാഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രൈം മിനിസ്റ്റർ പോകേണ്ട, അവരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരോ വേണ്ട, പാർലമെന്റിൽ സന്യാസിമാരോ അല്ലെങ്കിൽ മറ്റു മത പണ്ഡിതന്മാരോ ഒക്കെയാണ് വരുന്നത്. നേരെ മറിച്ച് അങ്ങനെയുള്ള ആളുകൾ പോവേണ്ട ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടത്. അത് എത്ര ശരിയാണ്. വിശ്വാസം മനസ്സിലാണ്, അത് അവിടെ ഇരുന്നോട്ടെ. ആദ്യം മോദി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ BJP എന്നൊരു പറയുന്ന പാർട്ടി ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ഭരണ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ജനങ്ങൾ കൊടുത്ത ഉത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് ആദ്യം പൂർത്തിയാക്കേണ്ടത്. അങ്ങനെ ജനങ്ങൾ കൊടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ മതക്കാരും ഉണ്ട്. ഒരു മതത്തിനും വിശ്വസിക്കാത്ത സാധാരണ ആയിട്ടുള്ള ആളുകളും ഉണ്ട്, വിശ്വാസികൾ അല്ലാതെ ഏത്തിയസ്റ്റുകളായിട്ടുള്ള ആളുകൾ. അപ്പോ ഇതൊക്കെ കൂടിയതാണ് ഇന്ത്യ, അല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമോ അല്ലെങ്കിൽ എന്റെ വിശ്വാസപ്രകാരം മോദി എന്ന് പറയുന്ന അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ആളുകളുടെ വിശ്വാസപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെയാണ് നോക്കേണ്ടത്. അതിലെ മനുഷ്യരുടെ മതങ്ങളിലേക്കോ കളറോ വർണ്ണമോ ഒന്നും നോക്കാതെ അവിടെയുള്ള ആ ഒരു രാജ്യത്തിരിക്കുന്ന എല്ലാ ആളുകളെയും നമ്മുടെ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ട് വേണം ഈ ഭരണസ്ഥാനത്തൊക്കെ ഇരിക്കാൻ. സോ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടി ചെയ്യുന്നതും അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ചെയ്യുന്നതും നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്യുന്നതും പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ വിശ്വാസപരമായി എനിക്ക് അതിലൊന്നും പറയാനില്ല. ഒരാളുടെ വിശ്വാസം എന്റെ വിശ്വാസത്തേക്കാൾ ചെറുതാണെന്നോ വലുതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. വലുതാണെന്ന് അവർക്ക് വിശ്വസിക്കാം, ചെറുതാണെന്ന് അവർക്ക് വിശ്വസിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടം. ഞാൻ അത് പറയാൻ തീർച്ചയായിട്ടും ഒരു അവകാശമില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്റെ വിശ്വാസം എനിക്ക്, നിങ്ങളുടെ വിശ്വാസം നിനക്ക്. അപ്പൊ അതും ഇതും കൂട്ടിക്കുഴക്കാൻ ശ്രമിക്കാതിരിക്കുക. ആൻഡ് നാളെ മലൈക്കോട്ടെ വാലിബൻ 6:30 റിലീസാണ്. ഫാൻ ഷോ ടിക്കറ്റ് കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ കാണിക്കുന്നില്ല, ഇപ്പൊ കാണിക്കാൻ മതിയായിരുന്നു. എനിക്ക് 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 2 ഫ്രണ്ട്സും ഞാനും. ആൻഡ് റിയലി എക്സൈറ്റഡ്, വെരി മച്ച് എക്സൈറ്റഡ്, അങ്ങനെ പറയും. അത്രയും എക്സൈറ്റഡ് ആണ്. അങ്ങനെ കാത്തിരിക്കുന്ന സിനിമയാണ്. സോ റിവ്യൂ ആയിട്ട് നാളെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ